നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി ട്രാൻസ്ഫർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നുമില്ല, സാധാരണ ട്രാൻസ്ഫർ ന്യൂസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിരുന്ന് പറയാനുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ ന്യൂസിൽ നമുക്ക് കാര്യമായിട്ടൊന്നും നടക്കുന്നൊന്നുമില്ല. ഇയാൻ മാറ്റസിന്റെ ഒരു ലോൺ മൂവ്, അല്ല ഇയാൻ മാറ്റസിന്റെ ഒരു സെയിൽസിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. ചാലബ് എന്നാലും ബയൺ മ്യൂണിക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. പുള്ളിക്കാരൻ ഇഞ്ചോർഡ് ആണ്. അത് അതിന്റെ ഒരു ചെറിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ വെരി വെരി സൈലന്റ് ട്രാൻസ്ഫർ വിൻഡോ. എംബാപ്പെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ടീബോ വേർണർ ടു ടോട്ടനാം. അത് ഓൾറെഡി ഞാൻ എന്റെ മറ്റേ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഫുട്ബോൾ ഇസ് ലൈഫ്. ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുള്ളൂ. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ഇസ് ലൈഫ് മലയാളം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ യൂട്യൂബിൽ അത് വരാം. അപ്പോ അതില് ഞാൻ പറഞ്ഞൊരു കേസാണ് ടീബോ വേർണർ. ഹൗ ക്യാൻ ഹി അഡാപ്റ്റ് ടു ടോട്ടനാം? അതൊരു ലോണിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ലോണിൽ ഒരു സ്ട്രൈക്കറിനെ മേടിച്ചൂടെ? ലോണിൽ ഒരു സ്ട്രൈക്കറിനെ മേടിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു ക്വാളിറ്റി സ്ട്രൈക്കറിനെയാണ് വേണ്ടത്, അല്ലെ? അപ്പോ ആൻഡ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡിഫൻഡർ ആണ്, ഒരു പ്രോബബ്ലി ഒരു റൈറ്റ് സെന്റർ ബാക്ക്. പക്ഷെ അതും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റൈറ്റ് സെന്റർ ബാക്കിനെ നമുക്ക് ആവശ്യമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ജാനുവരിയിൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ആൻഡ് ചുമ്മാ എടുത്ത് ചാടി നമ്മൾ കുറേ പ്ലെയേഴ്സിന് ഇനി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ദ സ്ക്വാഡ് ഇസ് കംപ്ലീറ്റ്. ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 ഏരിയാസിൽ നമുക്ക് ഒരു എലീറ്റ് ലെവൽ ആൻഡ് എക്സ്പീരിയൻസ് ലെവൽ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ വേണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആൻഡ് എവരിബഡി ഈസ് ക്ലിയർ, വി നീഡ് എ സ്ട്രൈക്കർ. ഒരു പക്ഷേ വിക്ടർ ഓസിമന്റെ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യാമായിരിക്കാം, എൻകുങ്കു വരെ നമ്മൾ സൈൻ ചെയ്തതുപോലെ. എന്നിട്ട് പറയുന്നത് പോലെ ഹി മൈറ്റ് കം ആഫ്റ്റർ ഈ 120 or 130 million റിലീസ് ക്ലോസ്. പിന്നെ എംബാപ്പയുടെ റൂമേഴ്സ് നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ക്രേസി കൺസിഡറിങ്. നമുക്ക് ആസ് എൻ അംബീഷ്യസ് ക്ലബ് അവൈലബിൾ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ബട്ട് പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് റയാൽ എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ അറിയില്ല. അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓവറോൾ ഇറ്റ്സ് വെരി, എന്താ പറയണേ, ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയെങ്കിലും സാധാരണ ഒരു ചെൽസിയുടെ ഒരു അനക്കമൊന്നും ഇപ്രാവശ്യം കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് പോച്ചറ്റിനോ എവരിബഡി ഈസ് വെരി ക്ലിയർ. ആൻഡ് പ്രത്യേകിച്ച് ഇത്രയും പേരുടെ ഇഞ്ചുറീസ് ഒക്കെ കൂടെ ആയത് ശേഷം അതും അഡ്രസ് ചെയ്യണം. അപ്പോൾ മേ ബി ജാനുവരി ഈസ് ഗോണ ബി സൈലന്റ്. ഇയാൻ മാറ്റസിന്റെ മൂവ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചർച്ചയിലുള്ളത്. ഇയാൻ മാറ്റസൻ അല്ലാണ്ട് ഒഴിച്ച് വേറൊരു മൂവ്മെന്റും ചർച്ച കാണുന്നില്ല. കാരണം ബ്രോയ അടുത്ത സമ്മർ എന്തെന്നാലും ഇതിൽ പോയില്ല. കാരണം അഫ്കോണിൽ എന്തെന്നാലും ജാക്സൺ അവൈലബിൾ അല്ല. അപ്പൊ ബ്രോയ എന്തെന്നാലും ജാനുവരി കംപ്ലീറ്റ്ലി ഹി വിൽ ബി ദ എന്താ പറയാ ഫോക്കൽ പോയിന്റ്. പിന്നെ എൻകുങ്കുവിന് ചെറിയൊരു ഇഷ്യൂ, ഇഞ്ചുറി അല്ല ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു. അടുത്ത ഗെയിം അവൈലബിൾ ആണെങ്കിലും എൻകുങ്കു ഒരു ലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ സാധ്യതയില്ല. ഡേവിഡ് വാഷിംഗ്ടണിന് കുറച്ച് അവസരമൊക്കെ കൊടുക്കുമായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് കൊച്ചു പിള്ളേരിനൊക്കെ അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ടൂ മച്ച് ഓഫ് യങ്സ്റ്റേഴ്സ്, ഭയങ്കര യങ്സ്റ്റേഴ്സ് ആണ്. ഒരു ശരിക്കും പറഞ്ഞ ഇന്നലെ നമ്മൾ ഡേവിഡ് വാഷിംഗ്ടണും ആ മറ്റേ 17 വയസ്സ് പയ്യനും കൂടെ ഒക്കെ നമ്മൾ ഇറക്കിയിട്ട് തിയാഗോ സിൽവയെ ആ ലൈനപ്പ് മാറ്റി നമ്മുടെ ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ലിറ്ററലി പ്ലേയിങ് അണ്ടർ 23, അണ്ടർ 22. ഈ അണ്ടർ 23, അണ്ടർ 22 വെച്ചിട്ട് ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് 4 ഒക്കെ ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് ഒരിക്കലും പറ്റില്ല. യുവർ ആവറേജ് ഏജ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 25 അല്ലെങ്കിൽ 26 എങ്കിലും വേണം. യെസ്, 1-2 യങ്സ്റ്റേഴ്സ്, 3-4 യങ്സ്റ്റേഴ്സ് ഉള്ളത് നല്ലതാണ്. പക്ഷെ ആവറേജ് ഏജ് ഓഫ് ടോട്ടലി യങ് പീപ്പിൾ അതൊന്നും നമുക്കൊരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിന്നിംഗ് ടീം ആക്കില്ല. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഈ പറയുന്ന പോലെ നത്തിങ് എക്സൈറ്റിംഗ് ഹാപ്പനിങ് എനിവേർ. ഗോൾ കീപ്പറിനെ നമ്മളൊന്നും ഇന്നലെ ഹണ്ട് ചെയ്യുന്നില്ല. ഐ തിങ്ക് പെട്രോവിച്ച് തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. മേ ബി ഒരു ലെഫ്റ്റ് ബാക്ക്, ബട്ട് അഗൈൻ ഒരു ക്വാളിറ്റി ലെഫ്റ്റ് ബാക്ക് നമുക്ക് അവൈലബിൾ ആവണം. ചിൽവെൽ പതുക്കെ ട്രെയിനിങ്ങിലേക്ക് വന്നു തുടങ്ങി. പുള്ളിക്കാരൻ ഇനി ചിലപ്പോൾ ടീമിലേക്ക് നമുക്ക് കാണാം. സോ ഹിസ് റിട്ടേൺ ഇസ് എ ബൂസ്റ്റ്. കാർണി ചുക്വമെക്കയുടെ റിട്ടേൺ ഇസ് ഓൾസോ എ ബൂസ്റ്റ്. മുഡ്രിക്, നോണി മാഡുവക്കെ, പാൽമർ ഇസ് ഓൾ അവൈലബിൾ. സോ അധികം എക്സ്പെക്ട് ചെയ്യണ്ട എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫറിൽ. ന്യൂസ് ഇസ് പ്രെറ്റി ഡൾ, ബോറിംഗ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മളിങ്ങനെ കയറി ഞങ്ങളുടെ ഇടയ്ക്ക് എന്നൊക്കെ വരുന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും ചെറിയൊരു ആഗ്രഹം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ലെറ്റ്സ് സീ എന്താണ് നടക്കാൻ പോണെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ തോട്ട്സ് എപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസിക്കാരൻ.